നമസ്കാരം. കാസർഗോഡ് മണ്ഡലത്തിലേക്ക് കെ.എം. ഷാജിയെ കെട്ടിയിറക്കാൻ ചിലർ അണിയറയിൽ ശക്തമായി ചരട് വലിക്കുന്നുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ? അവരുടെ ലക്ഷ്യമെന്താണ്? ഉത്തരം വളരെ വ്യക്തമാണ്. കേവലം സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രം. ഷാജി കാസർഗോഡ് വന്നാൽ എളുപ്പം വിജയിക്കുമെന്നാണ് ഈ ലോബിയുടെ ധാരണ. അങ്ങനെ ജയിച്ചാൽ അദ്ദേഹം മന്ത്രിയാകാൻ വലിയ സാധ്യതയുണ്ടെന്നും ആ തണലിൽ മന്ത്രിയുടെ പി.എ. ചമ്മഞ്ഞും ബിനാമികളായും വിലസി നടക്കാമെന്നാണ് മണ്ഡലത്തിൽ പുറത്തുനിന്നുള്ള ഈ സാമ്പത്തിക ലോബിയുടെ വ്യാമോഹം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മന്ത്രിയായാൽ സ്വാഭാവികമായും ഷാജിക്ക് എപ്പോഴും കാസർഗോഡ് നിൽക്കാൻ കഴിയില്ല. ആ ഗ്യാപ്പിൽ മന്ത്രിയുടെ ഡമ്മികളായി മണ്ഡലം ഭരിക്കാനാണ് ഇവരുടെ രഹസ്യ പ്ലാൻ. പക്ഷേ കാസർഗോഡുകാർക്ക് ഈ ഇറക്കുമതി സ്ഥാനാർത്ഥിയെ ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് സത്യം. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയത് കാസർഗോഡിന് വേണ്ടത് ഒരു പ്രാദേശിക സ്ഥാനാർത്ഥിയെയാണ്, ഷാജിയെ അല്ല എന്നാണ്. ഈ ചുരുക്കം ചിലരുടെ സാമ്പത്തിക ആർത്തിക്ക് മുന്നിൽ മുസ്ലിം ലീഗിന് നഷ്ടപ്പെടാൻ പോകുന്നത് കാസർഗോഡ് എന്ന ശക്തമായ ഉറച്ച കോട്ടയാണ്. കാസർഗോഡ് കെ.എം. ഷാജി മത്സരിക്കരുത് എന്ന് വ്യക്തമാക്കി ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണത്. നമ്മൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നേരിട്ടിറങ്ങി വോട്ടർമാർക്കിടയിൽ ഒരു സർവേ നടത്തിയപ്പോഴും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വികാരം ഇതുതന്നെയായിരുന്നു. പുറത്തുനിന്നുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവരുന്നതിനോട് പ്രാദേശിക തലത്തിൽ കടുത്ത എതിർപ്പാണുള്ളത്. കെ.എം. ഷാജി കാസർഗോഡ് മത്സരിച്ചാൽ ഈ ലീഗ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. പാർട്ടിയുടെ നട്ടലായ സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് SKSSF. അതിലൊരു വിഭാഗം ഈ നീക്കത്തിനെതിരെ ഇതിനോടകം ശക്തമായി നിലപാടെടുത്തത് നമ്മൾ കണ്ടതാണ്. താഴെത്തട്ടിൽ രാപ്പകൽ ഭേദമില്ലാതെ പ്രവർത്തിക്കുന്ന ഇവരുടെ കടുത്ത വിയോജിപ്പും നിസ്സഹകരണവും പാർട്ടിയുടെ വോട്ട് ബാങ്കിനെ സാരമായി ബാധിക്കും. കാസർഗോഡ് മണ്ഡലത്തിൽ UDFന്റെ വിജയത്തിൽ നിർണായകമാകുന്നത് അവിടെയുള്ള മതേതര നിഷ്പക്ഷ വോട്ടുകളാണ്. ഷാജിയുടെ ചിലപ്പോഴുള്ള തീവ്രമായ പ്രസ്താവനകളും നിലപാടുകളും ഈ നിഷ്പക്ഷ വോട്ടർമാരെ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ മാത്രമേ ഉപകരിക്കൂ. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയ കാലാവസ്ഥയുള്ള മണ്ഡലമാണ് കാസർഗോഡ്. കെ.എം. ഷാജിയുടെ സ്ഥാനാർത്ഥിത്വം മറുവിഭാഗം വലിയ രീതിയിൽ ആയുധമാക്കും. അത് മണ്ഡലത്തിൽ കടുത്ത വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കുകയും വോട്ടുകൾ BJPയിലേക്ക് ഏകീകരിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്യും. വർഷങ്ങളായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതാക്കളെ തടഞ്ഞ് പുറത്തു നിന്നുള്ള ഒരാളെ കൊണ്ടുവരുന്നത് പ്രവർത്തകരിൽ വലിയ നിരാശയുണ്ടാക്കും. പ്രാദേശിക നേതൃത്വം നിഷ്ക്രിയരായാൽ കാസർഗോഡ് മണ്ഡലം ലീഗിന് എന്നേക്കുമായും കൈവിട്ടു പോകാം. ഇതൊരിക്കലും കെ.എം. ഷാജിയോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ല പറയുന്നത്. അദ്ദേഹം പാർട്ടിയുടെ കരുത്തുറ്റ നേതാവ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ അദ്ദേഹത്തിന് അനുകൂലമല്ല. ജനകീയനായ കാസർഗോഡിന് സ്പന്ദനമറിയാവുന്ന ഒരു പ്രാദേശിക നേതാവാണ് ലീഗിന് ഇവിടെ വേണ്ടത്. മുസ്ലിം ലീഗ് കാസർഗോഡ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിടുന്ന മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ഈ ലോബിയുടെ കെണിയിൽ പാർട്ടി നേതൃത്വം വീഴരുത്. കാസർഗോഡിൻ്റെ മണ്ണും മനസ്സും അറിയാവുന്ന ഒരാളാകണം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എന്നാണ് മണ്ഡലത്തിലെ ഭൂരിപക്ഷ ജനങ്ങളുടെയും പ്രവർത്തകരുടെയും ആഗ്രഹം.